ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാട്ടാ. ഞാൻ ഒരു യുദ്ധത്തിനെ അനുകൂലിക്കുന്നില്ല കേട്ടോ. യുദ്ധം എപ്പോഴും നിരപരാധികൾക്ക് മാത്രമേ ബാധിക്കുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ആർക്കും ഇത് ബാധിക്കില്ല. നിരപരാധികളായ പാവങ്ങളാണ് ഈ യുദ്ധത്തിൽ മരണപ്പെടുന്നത്. പക്ഷെ ഈ യുദ്ധം ഇതുണ്ടാക്കിയത് ഇസ്രായേലാട്ടാ. നെതന്യാഹു എന്ന് പറയുന്ന ആ ചങ്ങായിന്റെ ഒരു അഹങ്കാരവും ചങ്ങായിന്റെ ഒരു പൊട്ടത്തരമായത്. ആ ചങ്ങായിന്റെ കുരുത്തക്കേട് കൊണ്ട് മാത്രമാണ് ഈ യുദ്ധം ഉണ്ടായത്. ഈ പ്രശ്നത്തെ പറ്റി നമ്മളെ കേരളത്തിലെ നെതന്യാഹുവിന്റെ വാർത്താ ഏജൻസിയായ കർമ്മ ന്യൂസ് എങ്ങനെ കാണുന്നു നമുക്ക് ആദ്യം കാണാം. വാ. ഇറാനിലെ ഇസ്ലാമിക മതഭരണകൂടത്തെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇറാനിലെ ജനങ്ങൾക്കുള്ള ഇസ്രായേലിന്റെ സന്ദേശം എന്ന തലക്കെട്ടിൽ നെതന്യാഹുവിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. വലിയൊരു ആക്രമണം ഇറാനിൽ ഉണ്ടാകുമെന്നും കരുതിയിരിക്കണമെന്നും ഇറാനികൾക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ ആണവശാലകൾ തകർത്ത് ഞങ്ങൾ ഒരു നീക്കം നടത്തിയത് ഞങ്ങൾ ജൂതർക്ക് സമാധാനത്തിൽ ജീവിക്കാനാണ്. ഞങ്ങൾ ആ ആക്രമണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ 100% മരിച്ചു പോകുമായിരുന്നു. ഇറാൻ ജൂത ഉന്മൂലനത്തിന് വേണ്ടിയായിരുന്നു ആറ്റം ബോംബ് 9 എണ്ണം ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഏർപ്പെട്ടത്. ആ 9 ബോംബുകൾ പിറവിയെടുത്തിരുന്നുവെങ്കിൽ ജൂതർ 100% മരിച്ചു പോകും. ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ജൂതരാജ്യം ഇറാന്റെ ആണവ സൈറ്റുകൾ തകർത്തത്. ഇറാനിലെ ഒരു പൌരന്മാരുടെ നേർക്കും ഇസ്രായേൽ ഇതുവരെ ആക്രമിച്ചിട്ടില്ല എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ശരിക്കും നെതന്യാഹു വരെ വിചാരിക്കും, ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇവരെങ്ങനെയാടാ പറയുന്നു, ഞാൻ വരെ ചിന്തിക്കാത്ത കാര്യങ്ങളാന്നല്ല ഈ കർമ്മ ന്യൂസ് പറയുന്നത്. പിന്നെ വേറൊരു സത്യം അറിയങ്ങള്, ഈ ഇസ്രായേലുകാർ വരെ കാണുന്നത് എന്തിന്, നെതന്യാഹു വരെ സ്ഥിരമായിട്ട് കാണുന്നത് കേരളത്തിലെ കർമ്മ ന്യൂസ്, പിന്നെ വിസർജനം TV, ABC, ഇങ്ങനെ കുറെ സംഘി ചാനലുണ്ട്. ആ സംഘി ചാനലിലാണ് നെതന്യാഹുവും ഇസ്രായേലുകാർ വരെ കാണുന്നത്. കാരണം അത്രക്കും ഇസ്രായേലുകാർ വരെ അറിയാത്ത കാര്യങ്ങൾ, അതായത് ആ സംഭവം നടക്കുന്നതിന് മുന്നേ ഇവിടുത്തെ കർമ്മിയും വിസർജനെല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് അവർ ഇപ്പം കാണുന്നത് നമ്മൾ ഈ കേരളത്തിലെ സംഘി ചാനലുകളാണ്. സംഭവം കർമ്മ ന്യൂസും വിസർജനം തള്ളിയതാണെങ്കിലും നെതന്യാഹു വെടിവെച്ച്, നെതന്യാഹു ഇറാനിലേക്ക് ബോംബിട്ടു. നമുക്കത് ആദ്യം കാണാം. ആക്രമണത്തിൽ ഇറാന്റെ കുറെ നേതാക്കന്മാർ മരണപ്പെട്ടു, അവിടുത്തെ സാധാരണ ജനങ്ങളും മരണപ്പെട്ടു. പിന്നെ അവിടെ കളി മാറി. പിന്നെ അവിടെ പൂരമായിരുന്നു, തൃശൂർ പൂരം. ഇറാന്റെ വക ഇസ്രായേലില് ഫ്രീ ആയിട്ട് തൃശൂർ പൂരം. നമുക്ക് ആ വെടിക്കെട്ട് കാണാം. വാ. Holy shit. Fuck yeah, I'm videoing it. What the fuck? I think that might be a gas station or something. Fuck yeah, it's a gas. Whoa! Oh, what the? Holy shit! No fucking way! Oh shit! Oh shit! No, baby! No! Are we dangerous here? Yeah, we're dangerous. Oh my god! Oh dear! Are you filming? Yes, I'm filming! Wow! Wow! I think we are dangerous. Let's go! Let's go down! കണ്ട, പാവപ്പെട്ട ഇസ്രായേലി പാവങ്ങൾ ഓടേന്ന് ഈ നെതന്യാഹു എന്ന് പറഞ്ഞ ക്രൂരനെ കൊണ്ട് പാവങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത്. അവര് വെടിവെട്ടുമ്പോ ഓടേണ്ട ആവശ്യം വരുന്നു. പാവപ്പെട്ട പാലസ്തീനികളെ, നിരായുധരായ പാലസ്തീനികളെ മാത്രം ആക്രമിച്ച് ശീലമുള്ള ഈ നെതന്യാഹുവിന് 8ന്റെ പണിയായി ഇറാനെ തൊട്ടപ്പോ. മുട്ടുമ്പം ആണുങ്ങളോട് മുട്ടുമെന്ന് പറഞ്ഞതാണ്. ആണുങ്ങളോട് മുട്ടുമ്പോൾ നിനക്ക് വിവരം അറിയും എങ്ങനെയുടെ പ്രശ്നങ്ങളെന്ന്. ഇത് മാത്രല്ല, വേറെയുണ്ട് വീഡിയോ, അത് നമുക്ക് കാണാം. എന്ത് ചേലിക്കടാ വന്നിരിക്കണേ? പോയതരി വാങ്ങാൻ കിട്ടിയതടി. അടിയിൽ തൊയ്യും കൊണ്ട് ഞമ്മള് നക്ഷത്രം പോയി ദിക്കറിയാണ്ട് വാഞ്ഞിട്ട് പടച്ചോന്റെ കൃപാകടാശം കൊണ്ടാണ് എത്തിയത്. വെളിച്ചാവും മുമ്പ് പോയകളെന്നോളാൻ പറഞ്ഞിരിക്കാൻ ആചാര്. വേഗം ഭാര്യ കെട്ടിക്കോളി, വേഗം ഭാര്യ എടുക്കടാ. നീയും പുകയെ പറപ്പിച്ചോണ്ടൊരു കൂട്ടം പറഞ്ഞ എന്റെ അല്ലോ, ഞമ്മള് പറഞ്ഞില്ലേ ഉടലോടെ കത്തിക്കൊന്ന് ആചാര് പറഞ്ഞേക്കുന്നത്. അതിന് ഞമ്മളെ കിട്ടിയിട്ട് വേണ്ടേ? പോയി എന്തോ നോക്കിക്കണേ. എന്റെ സൗണ്ട് കെട്ടിയണ്ട പണ്ട് കെട്ടിയ പട്ടി എടുത്തോണ്ട് വേണാണ്ട് വായി നോക്കിയിരിക്കാതെ കടിക്കാനും പിടിക്കാനും കിട്ടെടുത്തോണ്ട് ഓടിക്കാം. അങ്ങനെ കണ്ട കോമഡി ആക്കുന്നല്ല കേട്ടാ. പിന്നെ ഇതായിരുന്നു നെതന്യാഹുവിന്റെ അവസ്ഥ. ചോദിച്ചു വാങ്ങിയതാണ്. എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറഞ്ഞത് ഇറാന്റെ തിരിച്ചടിന്നേ പറയുന്നുള്ളൂ. ഇറാനെ ആക്രമിച്ചത് കൊണ്ട് മാത്രമുള്ള തിരിച്ചടി. ഇതിന് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ സംഘി ചാനലുകൾ മാത്രമേ പറയൂ ഇറാൻ ആക്രമിച്ച് ഇസ്രായേലിനെന്നാണ്.
ഇറാൻ ആക്രമിച്ചില്ല, ഇസ്രായേൽ ആക്രമിച്ചതുകൊണ്ടുള്ള തിരിച്ചടിയാണ്. പക്ഷെ സംഖ്യകൾ സമ്മതിക്കില്ല. സംഖ്യക്ക് വേണ്ടിയുള്ള ട്രോൾ വീഡിയോസ് ഇത്. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്ന ഇസ്രായേലിലെ ജനതയായാലും ഇറാനിലെ ജനതയായാലും പാലസ്തീന ജനതയായാലും പാവപ്പെട്ട ആരും കൊല്ലപ്പെടാൻ പാടില്ല, ആരും മരിക്കാൻ പാടില്ല എന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ ഇത് നെതന്യാഹു ചോദിച്ചു വാങ്ങിയതാണ്. സ്വന്തം ജനതയെ ഇത്രയും ഭീകരമായ അവസ്ഥയിലേക്ക് വിട്ടത് നെതന്യാഹു എന്ന് പറയുന്ന ആ ഭീകരൻ തന്നെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടമായത് അറിയാം, അതിന്റെ ഇടക്ക് നെതന്യാഹു മുങ്ങി. സ്വന്തം ജനങ്ങളെ അട വെച്ചിട്ട് നെതന്യാഹു മുങ്ങി. സംഘികള് പറഞ്ഞത് ചായ കുടിക്കാൻ പോയതാണെന്ന്. ചായ കുടിച്ചിട്ട് വേഗം വരും മൂപ്പറുന്ന്. ഇതുവരെ വന്നില്ല. നമുക്ക് ആ വാർത്തയിലേക്ക് കടക്കാം. നേരത്തെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നാടുവിട്ടു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അറിയാം, കഴിഞ്ഞ 2 ദിവസമായി പ്രമുഖരെല്ലാം തന്നെ ബങ്കറുകളിലാണ് കഴിയുന്നത്. അപ്പോൾ ഈ ബങ്കറും സേഫ് അല്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ തോന്നലായിരിക്കുമോ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് നെതന്യാഹു കടന്നിട്ടുണ്ടാവുക? ബങ്കറുകളിൽ കഴിയുന്നത് പോലും സേഫ് അല്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാവാം പല ആളുകളും പുറത്തേക്ക് പോയി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇസ്രായേലിലില്ല എന്നുള്ളതാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഏതൻസിലേക്ക് പോയി, ഗ്രീസിലെ ഏതൻസിലേക്ക് പോയി എന്ന് പറയുന്നു. ഏതൻസിലേക്ക് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഔദ്യോഗിക വിമാനം എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം സ്വാഭാവികമായും ഇസ്രായേലി ജനത മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് തന്നെ അവിടെ സേഫല്ല എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകും. ഇയാൾക്ക് കുറച്ചെങ്ക് ഉളുപ്പ്. ഞാൻ പറയട്ടെ, ലോകത്തിലെ ഏത് വൃത്തികെട്ട നേതാവായാലും യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വിട്ടിട്ട് എവിടെ ഓടൂല. അവര് മുന്നിൽ നിൽക്കും. എത്ര വൃത്തികെട്ടനായിക്കോട്ടെ, മുന്നിൽ നിന്നിട്ട് ആദ്യം എന്നെ കൊന്നതിന് ശേഷം മാത്രമേ എന്റെ ജനങ്ങളെ തൊടൂന്ന് പറയുന്ന നേതാക്കന്മാരാണ് ആൺകുട്ടികൾ. എത്ര വൃത്തികെട്ടായാലും ശരി. പക്ഷെ ഇയാള് ഉണ്ടി കുറപ്പില്ലാന്ന് വീണ്ടും തെളിയിച്ചേട്ടാ. എന്നാൽ എന്റെ നെതന്യാഹു ഭയങ്കരം തന്നെയാട്ടാ. ഇമാതിരി പേടിച്ച് തൂടിയാണെങ്കിൽ കുറച്ചൊന്നും കഴിവ് പാടില്ലാട്ടാ, നല്ല കഴിവാണ്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് സ്വന്തം ജനങ്ങളെ മുന്നിൽ ഇങ്ങനെ വീമ്പളക്കുന്നതിന് യാതൊരു കുറവുമില്ലല്ലോ. ഇപ്പൊ ഈ നെതന്യാഹുവിന് നേരെ ഇസ്രായേലികൾ തന്നെ കാണിക്കുന്ന വീഡിയോസ് നിങ്ങൾ കാണണം. വേറെ ആരുമില്ല, ഇസ്രായേലി ജനങ്ങൾ തന്നെ നെതന്യാഹുവിനെ കാണുമ്പോൾ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചിട്ടാ. No, Sam, that's not how we do it. Let me show you how we take care of the creature. Let me show you how we take care of the creature. Go, Rita! Get up! Get up! Get up! Rita! That's for it! പിന്നെ അവരെന്താ ചെയ്യേണ്ടത്? ഇവരെ യുദ്ധത്തിന്റെ അടക്കം വിട്ടിട്ട് മൂപ്പർ ഏതൻസിൽ കറങ്ങാൻ പോയി നല്ല മട്ടൻ ബിരിയാണിയും കുഴിമന്തിയും കഴിക്കാൻ വേണ്ടിട്ട്. ഈ പാവങ്ങള് ബങ്കറിന്റെ അകത്തും കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. പച്ചവെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ളേ. ഇവ ഏതൻസിൽ ഏതായാലും കറക്കം. കാമുകി മാറപ്പർ ഇങ്ങനെ കറങ്ങാല ഈ അമുക്കിന്. ഈ വേട്ടാവാളിനെല്ലാം ഭയങ്കര ഹീറോ എന്ന് പറഞ്ഞു നടക്കാൻ കുറെ സംഖ്യകളും. ഇത്രേ ഉള്ളൂ ഇവനെല്ലാം കേട്ടാ. എന്നാലും ഞാനിവ പറയുന്ന യുദ്ധം നടത്തിക്കോട്ടെ, എത്ര ഭീകരനായിക്കോട്ടെ, സ്വന്തം ജനങ്ങളെ ഇട്ടോടുന്നു വെച്ചില്ല. ഇതുപോലത്തെ ഒരു ഉളുപ്പില്ലാത്ത മനുഷ്യനെ ഞാൻ കണ്ടില്ലട്ടാ. എന്നാലും എന്റെ നെതന്യാഹു ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ആയുധം ഉണ്ടാക്കിയിട്ട് സ്വന്തം ജനങ്ങളെ ഇട്ടിട്ട് സ്വന്തം സുരക്ഷിതത്വം മാത്രം നോക്കി ഓടിയ നിന്നെ എന്താ വിളിക്കണ്ടേ? എന്ത് പേരില നിന്നെ വിളിക്കണ്ടേ? നിന്നെ ആട്ടി ഓടിക്കണ്ടേ? ഞാൻ ഇപ്പോഴും പറഞ്ഞ ഞാൻ യുദ്ധത്തിന് അനുകൂലമേ അല്ല. മരണപ്പെടുന്നത് എപ്പോഴും പാവങ്ങളായിരിക്കും. നഷ്ടപ്പെടുന്നത് ആ പാവങ്ങളുടെ കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും. എന്നാ പിന്നെ എല്ലാവർക്കും എന്റെ സുലാൻ.